അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഈ ഓണത്തിന് ഒരു അടപ്രഥമൻ തയ്യാറാക്കിയാലോ? അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കുക. അറിഞ്ഞൂടാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ അടപ്രഥമൻ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. ഇനി നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ബാമ്പിനോട് ഒരു അടയാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ റൈസിൻ്റെ അടയല്ല, വീറ്റിൻ്റെ അടയാണ് എടുത്തിട്ടുള്ളത്. റൈസിൻ്റെ അട എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനൊരു 400 ഗ്രാം ശർക്കര ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു 1.5 കപ്പ് വെള്ളവും കൂടി ചേർത്ത് അതൊന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കാം. അട നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോൾ അട ഇട്ട് കൊടുത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ അട ഞാൻ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഉരുളി എടുത്തതിന് ശേഷം അതിലോട്ടൊരു 5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് തേങ്ങ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് നെയ്യിൽ നിന്ന് മാറ്റി വയ്ക്കാവുന്നതാണ്. അപ്പോൾ അതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യിൽ നിന്ന് മാറ്റാം. ഇനി അടുത്തതായിട്ട് കുറച്ച് കാഷ്നട്ട് റൈസിൻസും എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് അട വേവിച്ച് വെച്ചിരിക്കുന്ന അട അതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം നമുക്ക്, ആ നെയ്യിലോട്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നമുക്ക് നെയ്യിലൊന്നിട്ട് ഇളക്കിയെടുക്കാം. ഇത് ആ നെയ്യൊക്കെ അടയിലൊന്ന് പിടിച്ച് വരണം. ഇപ്പോൾ ഇവിടെ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് നേരം നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാം. ആ അടയിൽ നമുക്ക് ആ ശർക്കരയൊക്കെ ഒന്ന് പിടിച്ച് വരണം. ഇപ്പോൾ അടിപൊളിയായിട്ടൊന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ശർക്കരയുടെ ഇതൊക്കെ നമ്മുടെ അടയിൽ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു തേങ്ങയുടെ 1 ലിറ്റർ വെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത 2-ാം പാലാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അതൊഴിച്ചു കൊടുക്കാം. അതൊഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. നമുക്കിനി ഇത് നല്ലതുപോലെ ഒന്ന് കുറുകി വരണം. ഈ 2-ാം പാലിൽ കിടന്ന് നല്ലതുപോലെ അട നല്ല വെന്ത് പിടിച്ച് വരണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ ഒന്ന് കുറുകി വരണം. ഇനി ഇതിലോട്ട് ഞാനൊരു 50 ഗ്രാം ചൗവരി വേവിച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വറ്റി കുറുകി വരണം. ഇപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളത് 1-ാം പാലാണ് ചേർക്കാനുള്ളത്. അത് 1 ലിറ്റർ വെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത 1-ാം പാലാണ്. ഇനി നമുക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അത് ചൂടാകാനേ പാടുള്ളൂ, തിളപ്പിക്കാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുത്തിട്ട് നല്ല ചൂടായി വരുമ്പോൾ ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഞാനൊരു പിഞ്ച് ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1.5 ടേബിൾ സ്പൂൺ ഏലക്ക, ചുക്ക്, ജീരകം ഇതെല്ലാം കൂടി പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാരയും ചേർത്ത് പൊടിച്ചതാണ് കേട്ടോ. ഇതെല്ലാം കൂടി പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നമ്മുടെ പായസത്തിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കാഷ്നട്ട് റൈസിൻസും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്തതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്രഥമനാണിത്. ഇനി നമുക്ക് വേറൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. സദ്യയിൽ നമുക്ക് ആ ഇലയിലൊക്കെ ഒഴിച്ച് കുടിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കുകൾ അറിയിക്കുക.
അടുത്ത പ്രാവശ്യം ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഓണാശംസകൾ.